നമസ്കാരം. സാർവത്രികവും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് നമ്മുടെ രാജ്യത്തെ കുട്ടികൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്നത്. വിദ്യാഭ്യാസം മൗലികാവകാശമായ രാജ്യമാണ് നമ്മുടേത്. എന്നാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ മൗലികാവകാശങ്ങൾക്ക് എവിടം വരെയാണ് ഇടമുള്ളത്? മുതിർന്ന പൗരന്മാർക്ക് അനുവദനീയമാകുന്ന എല്ലാ സ്വാതന്ത്ര്യവും ബാലാവകാശത്തിൻ്റെ ഗണത്തിൽ വരുന്നുണ്ട്. മതപരമായ എല്ലാ അവകാശവാദങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴങ്ങേണ്ടതുണ്ട്. എറണാകുളം പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ തർക്കം തുടരുകയാണ്. അതിനിടെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ 2 കുട്ടികളുടെ പഠനം നിർത്താൻ രക്ഷിതാക്കൾ തീരുമാനിച്ചു. എന്നാൽ വിവാദത്തിന് കാരണമായ കുട്ടിയെ ഹൈക്കോടതി വിധിക്ക് ശേഷം സ്കൂൾ മാറ്റുന്നതിൽ തീരുമാനമെടുക്കും എന്നാണ് രക്ഷിതാക്കളുടെ നിലപാട്. അതേസമയം ഹിജാബ് വിലക്കുന്ന സ്കൂളുകളുടെ കണക്ക് എടുക്കുകയാണ് സമസ്തയുടെ കീഴിലുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകൾ. വർഗീയത പരത്തുന്ന സ്കൂളുകളെ കണ്ടെത്താൻ ആണ് ശ്രമം എന്നാണ് വിശദീകരണം. മുസ്ലിം പെൺകുട്ടികൾക്ക് മതാചാരപ്രകാരം വസ്ത്രം ധരിക്കാൻ അനുമതി നിഷേധിക്കുന്നത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം എന്നും സംഘടന വിശദീകരിക്കുന്നു. ഗൂഗിൾ ഫോം വഴിയുള്ള വിവരശേഖരണത്തിന് ശേഷം കണക്ക് പരസ്യപ്പെടുത്തുമെന്നാണ് പ്രഖ്യാപനം. ഹിജാബ് കണക്കെടുപ്പിന് പിന്നിലെ അജണ്ട എന്ത് എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.